എല്ലാവർക്കും കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നല്ല നാടൻ ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ് കേട്ടോ, നല്ല നാടൻ സ്റ്റൈൽ മോരുകറി. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ചെറുജീരകം, പിന്നെ പച്ചമുളക് ആവശ്യത്തിന്. അപ്പോൾ മോരുകറിക്ക് ഒരുപാട് എരിവ് വേണ്ട, ആവശ്യത്തിനുള്ള എരിവ് മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ 1 മുറി തേങ്ങ ചിരവിയത്, പിന്നെ ആവശ്യത്തിന് വേപ്പില. അപ്പോൾ ചെറുജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിന് വേണ്ടി 250 ഗ്രാം കായ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഒന്ന് തൂവി കൊടുക്കണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങ ചിരവിയത്, കറിവേപ്പില, കുരുമുളക്, പച്ചമുളക്, ചെറുജീരകം ഇതെല്ലാം കൂടി ചെറിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മോരാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ml തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നോർമൽ പുളിയുള്ള തൈരാണ് കേട്ടോ, ഒരുപാട് പുളിയില്ല. ഇനി ഈ ഒരു മോര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് പുളിയുള്ള മോര് എടുക്കരുത് കേട്ടോ, നോർമൽ പുളിയുള്ള മോര് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മോരുകൾക്ക് ഒരുപാട് പുളി കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നോർമൽ രീതിയിലുള്ള പുളിയുള്ള തൈര് എടുക്കാൻ ശ്രമിക്കണം. നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പുളി കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മധുരം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സംഭവം ദേ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി തിക്നെസ്സിലാണ് മോരുകറി എടുക്കുന്നത്. ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്തിരുന്നു, പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി കേട്ടോ, ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കളർ അങ്ങോട്ട് ആവരുത്, ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മോരുകറിയിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മോരുകറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോരുകറി, നാടൻ മോരുകറി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഈ ഒരു മോരുകറി ഒഴിച്ച് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വേഗം തന്നെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ ബൈ.